ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഡിന്നറായിട്ട് ഉപയോഗിക്കാൻ പറ്റും, എന്നാൽ 4 മണി പലഹാരമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാനും പറ്റും. ഈസി ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ജോലിത്തിരക്ക് കാരണവും വീട്ടിലെല്ലാ പേരും ജോലിക്ക് പോകുന്നത് കാരണവും നേരാവണ്ണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാത്ത എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയയാണ് ഇത്. അവരായിട്ട് കണ്ടുപിടിച്ചതായിട്ടാണ് എനിക്ക് അറിവ്. വേറെ ആരും ഇത് യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് അറിയാൻ വയ്യ. പക്ഷേ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണിത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് നേന്ത്രപ്പഴം എടുക്കുക, 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം പുഴുങ്ങിയെടുക്കുക. പുട്ടുകുറ്റിയിൽ വെച്ച് ആവി കയറ്റി എടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. എനിക്ക് വെള്ളത്തിലിട്ട് പുഴുങ്ങുന്ന പഴമാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കുന്ന, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക. അപ്പം പഴം പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് പകുതി മാറുമ്പോഴേക്കും അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. നമുക്ക് ഈ പഴത്തിൻ്റെ കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പടമാണ്. അപ്പം ഞാൻ പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മൊരിഞ്ഞ പപ്പടവും നമ്മുടെ നല്ല വെന്തുടഞ്ഞിരിക്കുന്ന പഴവും കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുക. അതിനൊരു വേറൊരു ഫീലാണ്, വേറൊരു ടേസ്റ്റാണ്. അത് കഴിച്ച് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. നമ്മുടെ സിമ്പിളാണ്, പക്ഷേ നമ്മൾ കഴിക്കുമ്പോൾ അതിനൊരു വേറെ ടേസ്റ്റാണ്, വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. സാധാരണ പെണ്ണുങ്ങൾ എല്ലാ ദിവസവും ലെങ്തി ആയിട്ടും വെറൈറ്റി ആയിട്ടും ഫുഡ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഹെൽത്തി ആയിരിക്കും, എന്നാൽ ടേസ്റ്റി ആയിരിക്കും, വെറൈറ്റി ആയിരിക്കും. താങ്ക്